പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അത് കൊലപാതകമെന്ന് വീട്ടുകാർ പറയുന്നു. അന്വേഷണത്തിൽ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ കൊലപാതകത്തിലേക്ക് എത്തിയുമില്ല. അവരിപ്പോഴും അതൊരു സൂയിസൈഡിന്റെ വക്കിലാണ് എന്ന് പറയുന്നു. ആ തൂങ്ങി നിൽക്കാതെ കണ്ടത് പ്രതികളാണ്. പ്രതികൾ അഴിച്ചെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ഡീനും അഴിക്കാൻ കൂടിയെന്ന് പറയുന്നു. അവരുടെ മൊഴിയാണ് പോലീസ് വിദഗ്ധമായി ചോദ്യം ചെയ്യേണ്ടത്. പ്രതികൾ തന്നെ അഴിച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നുള്ള രീതിയിലാണ് കഥകൾ പുറത്തിട്ട് വരുന്നത്. ഡീനും ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിനകത്ത് ഏത് വകുപ്പായാലും ശരി, ഡീൻ ഒന്നാം പ്രതി തന്നെ, ഡീനിന്റെ അവിടെ അസിസ്റ്റന്റ് വാർഡനും പ്രതി തന്നെ. കാരണം അവരറിയാതെ അവിടെ ഒരു ഈച്ച പോലും അനങ്ങൂല. അവരെ പാർട്ടിയുടെ വക്താവായിട്ട് അവിടെ നിൽക്കുകയാണ്. കോളേജ് ഹോസ്റ്റലിന്റെ ചുമതലക്കാരൻ ഡീനാണ്. അസിസ്റ്റന്റ് വാർഡൻ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ സാറാണ്. അപ്പൊ അവരെ തീർച്ചയായിട്ടും അവരറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. ഡീൻ MK നാരായണനും അതുപോലെ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനും പ്രതിസ്ഥാനത്തേക്ക് പോകണം. അവിടുത്തെ രജിസ്ട്രാറുണ്ട്. എല്ലാം വൈസ് ചാൻസലർ കഴിഞ്ഞ രജിസ്ട്രാറാണ് അവിടുത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തി. അദ്ദേഹം എവിടെയായിരുന്നു ഈ സംഭവം നടക്കുമ്പം? ആ കുട്ടിയെ 2 ദിവസമായിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് എവിടെ ആയിരുന്നു? ആ കോളേജിനകത്ത് ഒരു ഈച്ച പറന്നാലും അറിയേണ്ടവരാണ് 3-4 പേര്. വൈസ് ചാൻസലറും അവിടുത്തെ രജിസ്ട്രാറും ഹോസ്റ്റൽ വാർഡനും അതുപോലെ അവിടുത്തെ സംഘടനയുടെ ഇടതുപക്ഷ സംഘടനയുടെ നേതാക്കന്മാരവിടെയുണ്ട്. ആ കോളേജ് മുഴുവൻ നിയന്ത്രിക്കുന്നവരാണ്. മുക്കിലും മൂലയിലും അവരുണ്ട്. അതുകൊണ്ട് ഈ ഒരു കുട്ടിയെ 2-3 ദിവസം നിയമവിരുദ്ധമായി കോളേജ് ക്യാമ്പസിനകത്ത് ഇല്ലീഗൽ ഡീറ്റൻഷൻ നടത്തി പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് തല്ലിച്ചതയ്ക്കുന്നത് അവരറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവരറിയേണ്ടവരാണ്. അവരാണ് അറിയേണ്ടത് ആദ്യം. അത് തടയേണ്ടവർ അവരാണ്. അറിയില്ല എന്ന് പറഞ്ഞാൽ അവരവിടെ ജോലിക്ക് വന്നില്ല, അല്ല ജോലി ചെയ്യാൻ താല്പര്യമില്ല, അവരവിടെ ഇല്ലായിരുന്നു എന്നല്ലേ പറയാനൊക്കെ ഉള്ളൂ. അവിടെ ഉണ്ടെങ്കിൽ കോളേജിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അറിയാൻ ബാധ്യസ്ഥരാണ് അവരെ പ്രതിയാക്കണം. കാരണം വൈസ് ചാൻസലർ അവിടുന്ന് പോയി. ആ വൈസ് ചാൻസലർ അറിയാതെ ഒരു കാര്യം അവിടെ നടക്കില്ല. വൈസ് ചാൻസലർ കഴിഞ്ഞാൽ രജിസ്ട്രാറാണ്. അവിടുത്തെ വൈസ് ചാൻസലർ ഒപ്പം ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് രജിസ്ട്രാർ. അങ്ങനെ ഇതൊന്നും അറിഞ്ഞില്ലയോ? ഒരു ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും അറിയാൻ ബാധ്യസ്ഥരായവർ മാത്രമാണ് ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പാടുള്ളൂ. അവരെല്ലാം കൈമലർത്തുകയാണ്. ഒരു കുട്ടിയെ പച്ചയ്ക്ക് അവിടെ തല്ലിക്കൊല്ലു, പട്ടിണി കിട്ടുകയാണ് തല്ലിക്കൊല്ലുന്നത്. തൂങ്ങി എന്ന് പറയുന്നത് പോലീസ് ശ്രദ്ധിക്കണം. അവര് മുണ്ടുകൊണ്ടാണ് ഇയാള് തൂങ്ങിയതെന്ന് പറയുന്നുണ്ട്. മുണ്ടഴിച്ചാണ് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. മരിച്ച ബോഡിയാണ് ആശുപത്രി ചെന്നത്. ബ്രോഡ് ഡെഡ് ആണ്. പോസ്റ്റ്മോർട്ടം വിശദമായിട്ട് പോലീസ് പരിശോധിക്കണം. ഫോറൻസിക്കിനെ പറ്റി വിവരമില്ലെങ്കിൽ അതറിയാവുന്ന വെറ്ററന്മാരും DYSPമാരും ഉണ്ട് ക്രൈംബ്രാഞ്ചിലും. അവരുടെ സഹായം തേടണം. കാരണം സുവോളജി പഠിക്കുകയും ചെയ്ത ഒരാൾക്ക് മാത്രമേ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ ബോട്ടണി സയൻസ് സബ്ജക്റ്റ് പഠിച്ചവർക്ക് മാത്രമേ മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥയും അതിൻ്റെ ഓരോ സ്റ്റേജിലും മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മുറിവുകളുടെ നെഞ്ചസ്ഥിതി, മുറിവുകൾ ഏത് ഭാഗത്തുണ്ടാകുന്നു, ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് മുറിവുകളെന്ന് കൃത്യമായി അവർ അനാട്ടമി പഠിച്ചവർക്ക് അറിയാം. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ ഷേപ്പ്, അവയുടെ ധർമ്മം, അതിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കണം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ കൂടുതൽ വിശദീകരണം ഡോക്ടറോടും അതോടൊപ്പം തന്നെ ഫോറൻസിക്കിന്റെ എക്സ്പെർട്ടായ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോയിരിക്കുന്നവരെ കണ്ട് ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ബാധ്യസ്ഥരാണ് DYSP. ഇതൊന്നും ചെയ്യാതെ അയാള് ഈ സാക്ഷികളും പ്രതികളും പറയുന്നതല്ല ഇതിനകത്തെ. കാരണം അവർക്കൊക്കെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. ഏറ്റവും പരമപ്രധാനം ഒരു കൊലക്കേസിനകത്ത് തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ. അതനുസരിച്ചാണ് എവിഡൻസ് പോകേണ്ടത്. അതനുസരിച്ചാണ് എവിഡൻസ് കളക്ട് ചെയ്യേണ്ടത്. രാഷ്ട്രീയപരമായ പല വ്യക്തികളും അവർക്ക് താല്പര്യമുള്ള വിവരം വെച്ചിട്ട് പറയുന്ന മൊഴി രേഖപ്പെടുത്തുന്ന തൊഴിലല്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ട് ഇപ്പൊ 120 വരെ വന്ന് നിൽക്കുന്നു.
ഗൂഢാലോചന ഉണ്ടെന്ന് മനസ്സിലായി. ആ ഗൂഢാലോചന പ്രതികൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ മാത്രമല്ല അത് 18 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളെ. 31 പേരെ തീർച്ചയായിട്ടും പ്രതിയാക്കേണ്ടിയിരിക്കുന്നു. ആ 31 പേരും വിദ്യാർത്ഥികളാണ്. അവർക്കെതിരായിട്ടാണ് അവിടെ ഡിസിപ്ലിനറി അതോറിറ്റി നടപടിയെടുക്കാൻ തുടങ്ങുന്നത്. ആ 31 പേര് ഇതിനകത്ത് പങ്കെടുത്തുവെന്ന് ആ കോളേജിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് 31 പേരുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ലിസ്റ്റ് അനുസരിച്ച് പോലീസിന് അന്വേഷണം പോകുന്നില്ലെങ്കിൽ പോലീസിന് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആ തൂങ്ങി നിന്ന കണ്ട ആ വിദ്യാർത്ഥികൾ അവർ പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞു. അവരുടെ മൊഴിക്ക് വിലയില്ല. ആ പ്രതികളായ അവരെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർ പ്രതിസ്ഥാനത്താണ്. അവർക്ക് അവരുടെ രീതിയിൽ മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് ഫോറൻസിക് ഡോക്ടറെയും ഫോറൻസിക് അതർ എക്സ്പെർട്ടിനെയും കണ്ട് ഒരു ഫൈനൽ എത്തിക്കഴിഞ്ഞ ശേഷം പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഉടൻ തന്നെ 302 ഇടേണ്ടി വരും. കാരണം 3 ദിവസം പട്ടിണി കിടന്ന ഒരു കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? ഇത്ര പരിക്കുള്ള ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമോ എന്നാണ് ഫോറൻസിക് ഡോക്ടറെ അടുത്ത് ചോദിക്കേണ്ടത്. അതിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ആഹാരം കഴിക്കാതെ മാനസികവും ശാരീരികമായി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആള് 2-3 ദിവസം കൊണ്ട് അയാൾക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനകത്ത് ആ കെട്ടഴിച്ചവര് എന്തിലാണ് തൂങ്ങിയെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. പ്രതികളെ ചോദ്യം ചെയ്യണം. അവരെ കസ്റ്റഡി വാങ്ങണം. ആ തോർത്തല്ല എങ്കിൽ എന്തുകൊണ്ടാണ് കഴുത്ത് മുറുക്കി കൊന്നത്? ആ ലീഗേച്ചർ പോലീസ് കണ്ടെടുക്കണം. ആരാണ് അത് ചെയ്തതെന്നൊക്കെ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പലർക്കും അറിയാം. പലരും അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മർദ്ദിക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. കഴുത്തിലെ ലീഗേച്ചർ വയറ് മുറുക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ പോലീസ് കളക്ട് ചെയ്യണം. അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ റിട്രീവ് ചെയ്ത് എടുക്കണം. സൈബർ പോലീസിൽ കൊടുത്തിട്ട് അത് മുഴുവൻ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കണം. ഈ ക്യാമ്പസിൽ തീർച്ചയായിട്ടും ഇതൊരു മർഡർ തന്നെയാണ്. അവിടെ തന്നെ ഒരു പഠിച്ച അധ്യാപകനായ ആള് 27 വയസ്സുള്ള തിരുവനന്തപുരത്തുള്ള ഒരു സ്റ്റുഡന്റ്, വെറ്ററിനറി ഡോക്ടറായ ഒരു സ്റ്റുഡന്റ് അവിടെ കുളത്തിനകത്ത് വീണ് കിടപ്പുണ്ട്. അയാളെ മാനസികമായി പീഡിപ്പിച്ചിട്ടാണ് കുളത്തിലെടുത്ത് ഇട്ടതെന്നാണ് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത്. പോലീസ് അതുകൂടെ അന്വേഷിക്കണം. ഇതിൻ്റെ കൂടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു ഡോക്ടറാണത്, വെറ്ററിനറി ഡോക്ടറാണ്. ആ ക്യാമ്പസിനകത്ത് പഠിക്കാൻ പോയി. ക്യാമ്പസിനകത്ത് 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടു. ആ ക്യാമ്പസിനകത്ത് ഒരു കിണറിനകത്ത് കണ്ടു. ഫയർഫോഴ്സ് വന്ന് എടുത്തു, പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നൊക്കെ പറയുന്നു. എന്തായാലും അവിടെ മരണം ഉണ്ടായിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനി പല സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണം കൃത്യമായിരിക്കണം. അതിൻ്റെ അകത്ത് രാഷ്ട്രീയ ഛായയോടുകൂടി പലരും, രാഷ്ട്രീയ സ്വാധീനത്താൽ തന്നെ പലരും മൊഴി രേഖപ്പെടുത്തുന്നത് തള്ളിക്കളയേണ്ടി വരും. അവിടുത്തെ മുൻ MLA അവിടെ കോടതി വരെ പോയി കൊലക്കേസ് പ്രതികളെ സഹായിക്കാൻ കോടതിക്ക് എന്തിനു പോയി? അദ്ദേഹത്തിന് ഇതിന്റെ പിന്നിൽ പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പ്രതിയാക്കേണ്ടി വരും. കാരണം ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും കൃത്യമായി സത്യസന്ധമായി പ്രതിപാദിക്കുകയും റെക്കോർഡ് ചെയ്യുകയും പോലീസ് ചെയ്യണം. അതിന് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാൻ പാടില്ല. കൃത്യമായ ഒരു അന്വേഷണം അതിനകത്ത് ഉണ്ടാകണം. അതുകൊണ്ട് അതിനകത്ത് അവിടുത്തെ വൈസ് ചാൻസലർ ആ ക്യാമ്പസിൽ ഉണ്ടായ സമയത്താണ് ഈ നിയമവിരുദ്ധമായ ഇല്ലീഗൽ ഡിറ്റൻഷനെങ്കിലും അദ്ദേഹത്തിനെ പ്രതിയാക്കേണ്ടി വരും. അവിടുത്തെ ഡീന് പ്രതി തന്നെ, ഡീനാണ് അഴിച്ചെടുത്തുകൊണ്ട് പോയത്. അതുപോലെ അവിടുത്തെ വാർഡന്, പിന്നെ അവിടുത്തെ സംഘടനാപരമായ പല നേതാക്കന്മാരും അതിനുള്ളിലുണ്ട്. അവർക്കൊക്കെ എന്തായിരുന്നു അന്നത്തെ ജോലി? ഒരു കുട്ടിയെ തല്ലിക്കൊല്ലുന്ന കണ്ടിട്ട് എന്തുകൊണ്ട് അവർ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയില്ല? അതിന് അവർക്ക് തീർച്ചയായിട്ടും ആ ക്യാമ്പസിലുള്ള ഒരു ഉത്തരം പറയേണ്ടി വരും. ഏത് നേതാവായാലും ശരി, ഏത് ട്രേഡ് യൂണിയന്റെ അംഗമായാലും ശരി, ഏത് ഫാക്കൽറ്റി മേധാവിയായാലും ശരി, ക്യാമ്പസിലുള്ളവര് ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ബാധ്യസ്ഥരായ, കുട്ടികളെ പേടിച്ചിട്ടാണ് പിന്തിരിപ്പിക്കാതെ എന്ന് പറയുന്നതിന് ന്യായമില്ല. അല്ലെങ്കിൽ അവരല്ലേ പോലീസ് ഇരിക്കുന്നത്? പോലീസിന് എന്തുകൊണ്ട് ആരും വിളിച്ചില്ല? ഈ ഡീൻ ഉൾപ്പെടെയുള്ളവരാരും പോലീസിനെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്യമായി അവരെ പ്രതിയാക്കേണ്ടി വരും.